നരേന്ദ്രമോദി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക മുൻപോട്ട് വെച്ചപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നത് എല്ലാവരെയും പരിഗണിക്കണം എന്നതായിരുന്നു. BJP എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, അതിൽ യുവാക്കളുണ്ട്, അതിൽ വിദ്യാസമ്പന്നരായ സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാവരെയും പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് BJP കേരളത്തിലേക്ക് വെച്ചത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്തത്. വനിതകൾക്ക് സീറ്റ് നൽകാത്തതിൽ വലിയ പ്രതിഷേധം ഷമ അടക്കമുള്ള വനിതാ നേതാക്കന്മാർ അറിയിക്കുകയും ചെയ്തു. അതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് VD സതീശൻ തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഷമ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് അത് ശരിയാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളൊരു വനിതയ്ക്കല്ലേ കൊടുത്തത്. അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. എനിക്ക് കൂടി, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി, നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യം, വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. തെറ്റുകൾ ഏറ്റുപറയുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സാങ്കേതികപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് സ്ത്രീകളെ പരിഗണിക്കാതെ പോയത്. ആ സാങ്കേതിക ബുദ്ധിമുട്ട് എന്താണ്? 20 ലോക്സഭാ മണ്ഡലങ്ങളും വിജയിച്ചു വരണമെന്ന കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനമാണ് ആ സാങ്കേതിക ബുദ്ധിമുട്ട്. ആലപ്പുഴയിൽ വീണ്ടും ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിച്ചാൽ തോറ്റുപോകുമെന്ന ഭയമാണ് കോൺഗ്രസിന്റെ ആ സാങ്കേതിക ബുദ്ധിമുട്ട്. അവിടെ KC വേണുഗോപാൽ മത്സരിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയൂ എന്ന ഉറച്ച ബോധ്യമാണ് ആ സാങ്കേതിക ബുദ്ധിമുട്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം നാമധാരിയായ ഒരു നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് കളം പിടിക്കുവാൻ കഴിയൂ എന്ന ബോധ്യമാണ് ആ സാങ്കേതിക ബുദ്ധിമുട്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആലത്തൂരല്ലാതെ ഒരു ലോക്സഭാ മണ്ഡലം കൂടി സ്ത്രീകൾക്ക് നൽകാമായിരുന്നു. ആ തെറ്റ് ഏറ്റുപറയുക തന്നെയാണ് VD സതീശൻ ഇവിടെ ചെയ്യുന്നത്. ഒപ്പം വടകരയുടെ കാര്യം പറയുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് VD സതീശൻ. BJP ആയാലും അത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അതിന്റെ തലേ പ്രാവശ്യം ജയിച്ചത് എത്ര വോട്ടിനാ? 18,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. പാലക്കാട് ഇലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും. ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമുക്ക് കാണാം. ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന്? ഉറപ്പല്ലേ? എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല തന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷാഫി ഇപ്രാവശ്യം ജയിച്ചതിന്റെ എഴുതി വെച്ചോളാം. 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ. നിങ്ങളിപ്പോ എഴുതി വെച്ചോ, നിങ്ങൾ പോയി എഴുതി വെച്ചോ. 3 ഇരട്ടി ഭൂരിപക്ഷം. പാലക്കാട് നിന്ന് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റുമ്പോൾ ഒരുപക്ഷെ വടകരയിൽ വിജയിച്ചേക്കാം. പക്ഷേ BJPക്ക് വ്യക്തമായ വേരുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്നും ഷാഫി പറമ്പലിന്റെ മുഖച്ഛായയോടുകൂടി വിജയിച്ചു നിൽക്കുന്ന, കോൺഗ്രസിന്റെ ഒരു അഡ്രസ്സായി ഷാഫി പറമ്പിൽ നിൽക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ, പാലക്കാട് നഗരസഭയിൽ ശക്തമായ വേരുള്ള BJP അടുത്ത തവണ ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിച്ചില്ലെങ്കിൽ അവിടെ BJP അധികാരത്തിൽ വരും എന്ന ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകണമെന്ന് പാലക്കാട്ടെ വേരുകൾ ഓരോന്നും ദ്രവിച്ചു പോകുമ്പോഴും ഇടതുപക്ഷം പോലും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ഷാഫി പറമ്പിൽ അടുത്ത തവണ മത്സരിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കുമെന്ന ബോധ്യം കോൺഗ്രസിന് ഉണ്ടാകണം എന്ന താക്കീത് നൽകുന്നുണ്ട്. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് തന്റെ കളം മാറ്റുമ്പോൾ, നിറഞ്ഞ കണ്ണുകളോടുകൂടി പാലക്കാട്ടെ ജനത നെഞ്ചോട് ചേർത്തു പിടിക്കുമ്പോൾ, വടകരയിൽ വലിയ സ്വീകരണം നൽകുമ്പോൾ, പാലക്കാടിന്റെ കരുത്തും കരളുമാണ് പാലക്കാട് നിന്ന് പോകുന്നത് എന്ന് പറയുമ്പോഴും ഷാഫി പറയുന്നത് ഇങ്ങനെയാണ്: പോയി തോറ്റുവരൂ മകനെ എന്നല്ല തലയിൽ കൈവച്ചുകൊണ്ട് അവിടുത്തെ അമ്മമാർ എന്നോട് പറഞ്ഞത്, അവിടെയും വിജയിച്ചു വരണമെന്നാണ്. അങ്ങനെയുള്ള പാലക്കാട്ടുകാർക്ക് VD സതീശൻ നൽകുന്നത് ഒരു വലിയ ഉറപ്പാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ ശ്രീധരനെതിരായി നേടിയതിലും 3 ഇരട്ടി അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും ഉറപ്പും പകരുകയാണ് VD സതീശൻ. അതിന് താനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നു. നരേന്ദ്രമോദി തൃശ്ശൂരിലും കേരളത്തിലുടനീളവും ഇന്ത്യയിൽ മുഴുവനും നൽകുന്ന ഗ്യാരണ്ടി പോലെ VD സതീശൻ നൽകുന്ന ഗ്യാരണ്ടി പാലക്കാട് ഷാഫി പറമ്പിലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഷാഫി പറമ്പിലിനേക്കാൾ 3 ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് കൊണ്ടുവരുമെന്നുള്ളതാണ്. എഴുതി വെച്ചോ എന്നാണ് മാധ്യമങ്ങൾക്ക് നേരെ അദ്ദേഹം പറയുന്നത്. ഏതായാലും
ആത്മവിശ്വാസം കൊടുമുടിയോളം വലുതാണ്. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി നൽകുന്ന ആത്മവിശ്വാസവും കൊടുമുടിയോളം വലുതാണ്. എന്തായാലും കോൺഗ്രസ് കളത്തിലിറങ്ങിയിരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയും തികഞ്ഞ തന്ത്രങ്ങളോടുകൂടിയും തന്നെയാണ്.